നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഡിസംബർ 8 മുതൽ ഡിസംബർ 14 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഗ്രഹങ്ങളുടെ മാറ്റമൊന്നും ഈ ആഴ്ച ഇല്ല. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ നെഗറ്റീവ് പറയണ്ട എന്ന് വിചാരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായും അതുപോലെ ജോലി സംബന്ധമായിട്ടും ഇവർക്ക് വലിയ ദോഷങ്ങൾ ഈ ആഴ്ചയും കാണുന്നില്ല. എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ നക്ഷത്രത്തിൽപ്പെട്ട, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് സ്ത്രീകൾ മുഖേന ചില പ്രശ്നങ്ങളൊക്കെ പ്രവർത്തന സ്ഥലത്തോ തൊഴിൽ സ്ഥലത്തോ അല്ലെങ്കിൽ വീടിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാതാവിന് ചെറിയ അവശതയുണ്ടാകാം. പ്രത്യേകിച്ച് സർജറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ അതല്ല എങ്കിൽ സർജറി ആവശ്യമുള്ള എന്തെങ്കിലും ഒരു അസുഖമോ അവശതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ലോവർ അബ്ഡമൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളൊക്കെ തന്നെയും ഈ പറയുന്ന നക്ഷത്രക്കാർ, അതിന് സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല. പുരുഷന്മാരായാലും സ്ത്രീകളായാലും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും ഇപ്പോഴും പറയുന്നു, ഇവർക്ക് സാമ്പത്തികമായിട്ട് ദോഷമോ പ്രവർത്തന രംഗത്ത് മറ്റ് ശല്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്രവർത്തന രംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഓപ്പോസിറ്റ് സെക്സ് വഴി കിട്ടുകയാണെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ ഇവർക്ക് അതിജീവനം കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കുന്നില്ല. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും മാതാവുമൊത്തുള്ള യാത്ര ശ്രദ്ധിക്കണമെന്നും, മാതാവോ അല്ലെങ്കിൽ രക്ഷാകർതൃസ്ഥാനത്തുള്ള ആരായാലും ശരി അവർക്ക് ചെറിയ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ അമ്മയുടെ ബന്ധുക്കളുമായും ഇവർക്ക് ചിലപ്പോൾ ചില വർത്തമാനങ്ങൾ ഒക്കെ പറയേണ്ടി വരിക, അല്പം കടുത്ത ഭാഷയിൽ സംസാരിക്കേണ്ടി വരിക. അത് അവരുടെ കുടുംബ ബിസിനസ്സിനെ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയോ ബിസിനസ്സിനെയോ ബാധിക്കാനിടയുണ്ട് എന്നും കാണുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ താൽക്കാലികമായ പ്രശ്നങ്ങളാണ്. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഇവർക്ക് കുറച്ച് ഉപഹാരമോ അല്ലെങ്കിൽ കുറേ കൂടുതൽ പണമോ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം അതിന് ചിലവുമുണ്ട്. തൊട്ടടുത്ത 2-3 ദിവസങ്ങൾ, പ്രത്യേകിച്ചും 2.5 ദിവസത്തോളം, തിങ്കൾ ചൊവ്വ ബുധൻ ഉച്ചവരെ ഇവർക്ക് ഒരു അടിച്ചുപൊളിയുടെ ദിവസമായിട്ട് കാണുന്നു. ചിലപ്പോൾ ഉല്ലാസയാത്ര പോകേണ്ടി വരികയോ അല്ലെങ്കിൽ ബന്ധുക്കളുമൊത്ത് പാർട്ടി നടത്തുകയോ അതിൽ പങ്കെടുക്കുകയോ വീട്ടിലേതെങ്കിലും ഒരു കർമ്മത്തിന് വേണ്ടി കുറേ പണം ചെലവഴിക്കേണ്ടി വരികയോ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവർക്ക് സാമ്പത്തികമായി വളരെ നേട്ടവും പ്രവർത്തന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമൊക്കെ കാണുന്നു. തൊഴിൽ രംഗം പൊതുവെ അനുകൂലമാണെങ്കിലും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ അനുകൂലമാകുന്നതായി കാണാം. സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും, തൊട്ട് അയൽവക്കക്കാരുമായോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായോ കുടുംബത്തിലുള്ളവരുമായോ തന്നെയോ എന്തെങ്കിലും വഴക്കോ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ നോക്കിയാൽ സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തന രംഗത്തും വലിയ ദോഷം കാണുന്നില്ല. ശാരീരികമായ അവശത ഈ നക്ഷത്രക്കാർക്കും ഇവരുടെ രക്ഷാകർതൃസ്ഥാനത്തുള്ളവർക്കും കാണുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8-ാം തീയതി നല്ല ദിവസമാണ്. പിന്നെ 11 ഉച്ച കഴിഞ്ഞ് 12, 13 ഉച്ച വരെയും നല്ലതാണ്. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ അകമഴിഞ്ഞ അവരുടെ സഹകരണം കൊണ്ടോ ഒക്കെ ഇവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ തങ്ങൾ അത് മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടിട്ടല്ല വരിക, ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു അവസരം അവരെ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ബിസിനസ് പോലുള്ള എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്നു. അതുകൊണ്ട് യാത്ര സന്തോഷകരമായുള്ള മടങ്ങിവരവാണ് കാണുന്നത്. വിദേശത്തുള്ളവർക്കാണെങ്കിൽ അവിടെ തൊഴിൽ രംഗത്ത് കുറച്ചുകൂടി ഭദ്രതയുണ്ടാകുന്നു. തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് അതിന് കുറച്ചുകൂടി ഉറപ്പ് ലഭിക്കുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ് ഈ ആഴ്ച ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. യാത്ര പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ കൂടുതൽ ഗുണമായിട്ട് കാണുന്നു. ഭാഗ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നറുക്കെടുപ്പോ മറ്റേതെങ്കിലും തരത്തിലുള്ള കമ്മീഷൻ വ്യവസ്ഥയിലോ ഒക്കെ ഇവർക്കിപ്പോൾ ധനം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും അതുപോലെ തന്നെ ആഴ്ചയുടെ പകുതിക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കാണുന്നു. അത് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടുന്നതായതുകൊണ്ടും അതിന്മേൽ ഒരു തരത്തിലുള്ള അധാർമികമായ
വശങ്ങളില്ലാത്തതുകൊണ്ടും തീർച്ചയായിട്ടും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആനന്ദിക്കാൻ വകയുള്ള സാമ്പത്തിക നേട്ടവും വിജയവുമാണ് കാണുന്നത്. ഇതല്ല, ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കാണെങ്കിൽ ഉയർച്ച വിജയം അവരുടെ വിദ്യാമേഖലയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കഴിവുകൾ ഉപയോഗിച്ച് ജീവിക്കുന്നവർക്കും വളരെ ഗുണം കാണുന്നു. യാത്ര വളരെ അനുകൂലമായി വരുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, അത് പഠനത്തിനായാലും ശരി ജോലിക്കായാലും ശരി, അതിലെല്ലാം അനുകൂലമായ മാറ്റങ്ങളാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും ദോഷം എന്ന് പറയാവുന്നത് ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങളാണ്. അത് ഒന്നുകിൽ അധിക ചെലവിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുന്നതായിട്ടോ ആണ് കാണുന്നത്. അസുഖം പ്രത്യേകിച്ച് ഇവർക്കിപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നീർവീക്കത്തിൻ്റെ അസുഖമോ കാലിൽ മറ്റോ വെരിക്കോസിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവർക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുകയും തൊഴിൽ മേഖല കുറച്ചുകൂടി പിരിമുറുക്കം കുറഞ്ഞതും അതുപോലെ തന്നെ ഇവർക്ക് ഈസി ഗോയിങ് ആയിട്ട് തോന്നുന്നതുമായ ഒരവസ്ഥ കാണുന്നു. അത് വിദേശത്തായാലും ഇവിടെയായാലും എല്ലാം ഓക്കെയാണ്. പൊതുവെ ഇവരുടെ കാര്യങ്ങളിൽ വീട്ടുകാരുടെ ആനുകൂല്യവുമൊക്കെ കാണുന്നു. എന്നാൽ സഹോദരന്മാർക്ക് അല്പം ദോഷം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ശസ്ത്രക്രിയയോ അപകട സാധ്യതയോ ഒക്കെ കാണുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഉന്മേഷാവസ്ഥയും ഇവരുടെ എടുത്തുചാട്ടവും കുറച്ച് കുറയ്ക്കണമെന്നും പറയുന്നു. ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ഉണ്ടാകുന്ന വികാര തള്ളിച്ചയാൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അയൽക്കാരുമായോ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ടോ ഒക്കെ അത് കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവരും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10, 11 ഉച്ചവരെ, ശേഷം 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 14 ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചോളം ധനപരമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ഷമ കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയുടെ തിങ്കളാഴ്ച മുതൽ കുറച്ചുകൂടി സാമ്പത്തിക നേട്ടം ഇവർക്ക് കാണുന്നുണ്ട്. ഞായറാഴ്ച അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുമൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നു. അത് ഗുണപരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രായോഗികമായി വിജയത്തോടു കൂടി ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളൊക്കെ. അതുകൊണ്ട് പ്രവർത്തന രംഗത്ത് ഏറ്റവും പ്ലാനിങ്ങോടുകൂടി ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അത് തങ്ങളുടെ കർമ്മമേഖലയെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ സാധിക്കുകയും അതിൽ നിന്ന് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണാം. ആഴ്ചയുടെ തിങ്കൾ മുതൽ ഏകദേശം വെള്ളി വരെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുടെ ദിവസമാണ്. പ്രവർത്തനങ്ങളിലെ വിജയവും കാണുന്നു. വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ആഴ്ചയിലെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നടക്കണം. ഏറ്റവും കുറഞ്ഞത് തിങ്കൾ മുതൽ വ്യാഴാഴ്ച ഉച്ചവരെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കണം. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ആനുകൂല്യം, അതുപോലെ തന്നെ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇവർക്ക് വളരെ ഗുണമുള്ള ചില അവസ്ഥകൾ അവരുടെ പ്രവർത്തന രംഗത്ത് സമ്മാനിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സഹായം, അതുപോലെ ഇവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹകരിക്കാനും സല്ലപിക്കാനുമുള്ള അവസരങ്ങളും ഒക്കെ കാണുന്നു. 2ാം ഭാവത്തിലെ ചൊവ്വ പെട്ടെന്നുള്ള ദേഷ്യക്കാർ, ഈ നക്ഷത്രത്തിൽപ്പെട്ട മുൻദേഷ്യക്കാർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് മുൻപിൻ നോക്കാതെയുള്ള അവരുടെ വർത്തമാനം ചിലപ്പോൾ അവരുടെ തന്നെ മുഖത്തിന് അപകട സാധ്യതകൾ വിളിച്ചു വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി എന്തെങ്കിലും കശപിശ ഉണ്ടാവുകയോ അതിൽ നിന്ന് കേസോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. വിഷജന്യമായ ദ്രാവക പദാർത്ഥങ്ങൾ മൂലം ശരീരത്തിൽ അലർജി, അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജലത്തിൽ നീന്താൻ പോകുമ്പോഴോ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കടലിൽ പോകുമ്പോഴോ, കടലിൽ നീന്താനൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. ചില അലർജി അസുഖങ്ങൾ വെള്ളത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് ഇവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇഴജന്തുക്കളുടെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. എന്തായാലും ചില ശസ്ത്രക്രിയകൾ വേണ്ടിവരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നവർ, എടുത്തുചാട്ടത്തിൻ്റെ വർത്തമാനങ്ങളുള്ളവർ, മുൻദേഷ്യങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കുക. പല്ല്, മൂക്ക്, കണ്ണ്, നാക്ക്, ചെവി, ഈ ഭാഗങ്ങൾ, അതായത് മുഖം ഉൾപ്പെടെയുള്ള മുഖത്തിൻ്റെ പൊതുവെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12, 13 ഉച്ചവരെയും ഗുണകരമാണ്. 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായി അധിക ചെലവും ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. എപ്പോഴും അഷ്ടമശനി എന്നും അതുപോലെ തന്നെ 9-ൽ രാഹുവെന്നും 3-ൽ കേതുവെന്നും ഇനി പറയുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇവർക്ക് 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിട്ടുണ്ട്. 6-ലും 7-ലും 10-ലും വ്യാഴം അത്ര ഗുണമല്ല. എന്നാൽ 5-ൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഗുണത്തെ കൊടുക്കും. സന്താനങ്ങൾക്ക് ഉഷ്ണസംബന്ധമായോ നയന സംബന്ധമായോ ചെറിയ അസുഖങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
മാതാവിനോ മാതാവിൻ്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ള പിതാവിനോ പിതാവിൻ്റെ ബന്ധുക്കൾക്കോ ഒക്കെ ശാരീരികമായ ചെറിയ അവശതയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൊതുവേ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാരുടെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഗുണം കാണുന്നുണ്ട്. തടസ്സങ്ങൾ ഉണ്ട്, ഇവർക്ക് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഗുണത്തെ തന്നെ കൊടുക്കും. ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ നീചഭംഗ രാജകാരയോഗക്കാരനായി നിൽക്കുന്നതിനാൽ സ്വാഭാവികമായും കുറച്ച് കൂടുതൽ ഉല്ലാസവും മാനസികമായ ശക്തിയും ശാരീരിക ശക്തിയും ഒക്കെ ഇവർക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രവർത്തന രംഗത്ത് കൂടുതൽ ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. ഈ വേഗത പക്ഷേ വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കുന്ന സമയത്തുമൊക്കെ അല്പം സംയമനപ്പെടുത്തി സമചിത്തതയോടുകൂടി അതിൻ്റെ വേഗതയൊക്കെ കുറച്ച് പാലിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം ചൊവ്വ എപ്പോഴും ഒരു പാപഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ അത് ക്ഷണിച്ചു വരുത്തും. അപ്പോൾ വാഹനം സ്പീഡിൽ ഓടിക്കുന്നതും ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോൾ അനായാസേന ശ്രദ്ധയില്ലാതെ വലിയ ജാഗ്രതയില്ലാതെയൊക്കെ എടുക്കുന്നതും മൂർച്ചയുള്ള ഉപകരണങ്ങളുമായി പെരുമാറുമ്പോഴുമൊക്കെ വളരെ കരുതൽ വേണമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യത, രക്തം വാർന്നു പോകാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരുമായിട്ട് എന്തെങ്കിലും കലഹമുണ്ടാകാം, ഭൂമി സംബന്ധമായ തർക്കം ഇപ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് ക്ഷമ ആണ് ഇവർക്കിപ്പോൾ ഏറ്റവും വേണ്ടത്. പ്രാർത്ഥന കൊണ്ട് ഇവർ നേടിയെടുത്ത ഊർജ്ജവും ശക്തിയും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വീണ്ടും അലട്ടാനുള്ള സാധ്യത ഒട്ടും അന്യമല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യം കൊണ്ടും ഈശ്വരാധീനം കൊണ്ടും ഇവരെ രക്ഷിച്ചതാണ്. ആ കാര്യം മറക്കാതിരിക്കുക. പിന്നെ കുടുംബകലഹത്തിന് സാധ്യതയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരെ, ഇഷ്ടപ്പെട്ടവരെ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് അകറ്റി നിർത്താനുള്ള പ്രേരണയൊക്കെ ഇപ്പോൾ ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിതാവിന് സ്കിൻ സംബന്ധമായോ ത്വക്ക് സംബന്ധമായ അസുഖമുണ്ടാകാം. പിതാവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരാം. പിതാവിനെ ഓർത്ത് ഈ നക്ഷത്രക്കാർക്ക് മാനസിക വിഷമം ഉണ്ടാകാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 12, 13, 14 വരെ നല്ല ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാനുമൊക്കെ സാധിക്കും. അത് പിരിമുറുക്കമാർന്ന മനസ്സിന് അല്പം ആയാസം കൊടുക്കുന്നതായിരിക്കും. ചില യാത്രകൾ ചിലപ്പോൾ ചെയ്തേക്കാം. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സംസാരിക്കുവാനും അവരുമൊത്ത് ഇടപഴകുവാനും സാധിക്കും. അത് മനസ്സിന് സന്തോഷം ലഭിക്കും. ആഴ്ചയുടെ അടുത്ത 2-3 ദിവസങ്ങൾ, പ്രത്യേകിച്ചും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ശാരീരികമായി അത്ര നല്ലതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ചും വാദസംബന്ധമായ അസുഖമോ ജലദോഷ സംബന്ധമായ പ്രശ്നങ്ങളോ, ജലദോഷം എന്ന് പറയുമ്പോൾ സാധാരണ ആ ചെറിയ വൈറൽ ഡിസീസിനെ അല്ല പറയുന്നത്. ചിലർക്ക് ജലവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ, നീർദോഷം, നീർവീഴ്ച, നട്ടെല്ലിനോ ജോയിൻ ഭാഗത്തോ ഒക്കെ പെയിൻ ഉണ്ടാവുക, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ജലം ശരീരത്തിൽ എങ്ങനെയെങ്കിലും കയറി വന്നതിന് ശേഷം ഉണ്ടാകാവുന്ന വീക്കമോ ഇൻഫ്ലമേഷനോ ഒക്കെ ആകാം. ഇത്തരം പ്രശ്നങ്ങൾ ചെറുപ്പത്തിലേ തന്നെ ഉള്ളവർക്ക്, ചിലർക്കത് ഒരു കൂറായി തന്നെ കിടക്കും. അങ്ങനെയുള്ളവർക്ക് അല്പം നീരും വേദനയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അനവസരത്തിൽ അപ്രതീക്ഷിതമായി ഇവരിലേക്ക് ധനം വന്നു ചേരാം. വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികൾ ഇവരെ സഹായിക്കാം. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർ പുരുഷന്മാർക്കാണ് ഈ നക്ഷത്രമെങ്കിൽ അവരെ സ്ത്രീകൾ സഹായിക്കാനും ഈ നക്ഷത്രത്തിൽപ്പെട്ട, അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നുമൊക്കെ സഹായം കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് സാമ്പത്തികമായ സഹായം, ചിലപ്പോൾ ബന്ധുക്കളുടെ സഹായമാവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾ സഹായിക്കുന്നതാവാം. എന്തായാലും അപ്രതീക്ഷിതമായ സഹായങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കൂടുതൽ ഗുണം കാണുന്നു. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അത് സാമ്പത്തികമായി കൂടുതൽ ഉന്നമനത്തിലേക്ക് നയിക്കും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബലം കാണുന്നു. ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കാനുള്ള സാധ്യതയുണ്ട്. കമ്മീഷൻ വ്യവസ്ഥയിലോ മറ്റേതെങ്കിലും സാമ്പത്തികമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെയും ആനുകൂല്യം ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. പൊതുവെ ഗുണകരമാണ് ഇവർക്ക് ഈ ആഴ്ച. ആഴ്ചയുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ ഉച്ചവരെയുള്ള ദിവസങ്ങൾ ശാരീരികമായ അവശതയ്ക്ക് സാധ്യതയുണ്ട്. എന്നാലും പണം അപ്പോഴും ഇവർക്ക് വരാതിരിക്കുന്നില്ല. അത് പ്രത്യേകമായി ഓർക്കുക. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരാം. ജീവിത പങ്കാളിയുമൊത്ത് കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായ അവശതയോ മാനസിക വൈഷമ്യമോ ഒക്കെ ഉണ്ടാകാം. കാൽമുട്ടിന്, തുടയ്ക്ക് ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് പ്രശ്നവും കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 13 ഉച്ചയ്ക്ക് ശേഷം 14 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം നക്ഷത്രം,
ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സാമ്പത്തികമായിട്ട് ഇവരെ വളരെ സഹായിക്കണം. പ്രത്യേകിച്ച് ഇവർ കടം കൊടുത്ത വ്യക്തികളിൽ നിന്ന് തിരിച്ച് ഇവർക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു അവസ്ഥയാണ്. പ്രതീക്ഷിക്കാതെ ആ പണം വന്നു ചേരുന്നു. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ വായ്പയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് സന്തോഷകരമായ വർത്തമാനം കേൾക്കുന്നു. ഒരുപക്ഷെ ഈ ആഴ്ച ലഭിക്കണമെന്നില്ല, എന്നാൽ അതിന് ഉറപ്പ് കിട്ടുന്നു ആ പണം തങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ. അത്തരം ഗുണങ്ങൾ ഉണ്ടാകുന്നു. ചില മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി മുന്നോട്ട് പോകുന്നു. ചില ബിസിനസ്സുകൾ കൂടുതൽ സജീവമാകുന്നു. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില പ്രോജക്റ്റുകളിൽ പുതിയ വെളിച്ചം വീഴുന്നു, നടക്കും എന്നുള്ള വെളിച്ചം വീഴുന്നു. അതുപോലെ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് ഇവർക്ക്. കാരണം വ്യാഴം 9-ൽ സഞ്ചരിക്കുന്നു, ശുക്രൻ 5-ലാണ് സഞ്ചരിക്കുന്നത്. അതും വളരെ ഗുണമാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം സ്ത്രീകളുടെ രൂപത്തിലും ദാമ്പത്യ സൗഖ്യത്തിൻ്റെ രൂപത്തിലുമൊക്കെ ഇവരിലേക്ക് വന്നു ചേരുന്നു. പുതിയ വാഹനം, പുതിയ വസ്ത്രം, പുതിയ ഉപഹാരങ്ങൾ ഇതൊക്കെ ഇവരിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ദോഷം എന്നിവർക്ക് ഇപ്പോഴും പറയാവുന്നത് അനാരോഗ്യകരമായ ചില പ്രശ്നങ്ങളാണ്. കണ്ടെത്താനാവാത്ത ചില അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഇവർക്കുണ്ടാകാം. അല്ലെങ്കിൽ അകാരണമായ ചില മാനസിക വിഷമങ്ങൾ. എല്ലാ സന്തോഷത്തിനിടയിലും എവിടെയെങ്കിലും ഒരു ദുഃഖം, ആ ദുഃഖത്തിന് പ്രത്യേകമായൊരു റീസൺ, ഒരു കാരണം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ചിലത് വരാം. പിന്നെ ഇവരെ ചൊല്ലി ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കിടയിൽ പരക്കാനിടയുണ്ട്. അതുകൊണ്ട് കരുതലോടുകൂടി ജീവിക്കുക എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. തങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു അബദ്ധസഞ്ചാരങ്ങളും തെറ്റുകളും ഇല്ലെങ്കിൽ ഉറച്ച് വിശ്വസിക്കാം, വേറെ ദോഷമൊന്നും വരില്ല എന്ന്. കാരണം ഈശ്വരാധീനമുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഊതിയാൽ പറന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. രോഗബാധിതയാകാം, അതല്ലെങ്കിൽ രോഗബാധിതനാവാം, അതുമല്ലെങ്കിൽ അബദ്ധസഞ്ചാരത്തിന് കാരണക്കാരനെന്ന് കേൾക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് വഴക്കോ കലഹമോ സുതാര്യത നഷ്ടപ്പെടലോ ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്കും ഇത്തരം സംഭവങ്ങൾ വരാം. അനാരോഗ്യമോ പ്രശ്നങ്ങളോ അവരെക്കുറിച്ച് ഈ നക്ഷത്രക്കാരുടെ ചെവിയിൽ മോശപ്പെട്ട വാക്കുകൾ കേൾക്കേണ്ടിയൊക്കെ ചെയ്തേക്കാം. ഇത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണമെന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10, 11 ഉച്ചവരെ നല്ല ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. വ്യാഴം അനുകൂല സ്ഥലത്ത് നിൽക്കുമ്പോൾ പൊതുവെ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചിന്തിക്കണം. എന്നാലും 4ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ ലൗകിക സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശുക്രൻ ബന്ധുക്ഷേത്രത്തിൽ ബലത്തോടുകൂടി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഗുണമാണ്. ചൊവ്വയുടെ വീക്ഷണത്തിൽ നിൽക്കുന്നതുകൊണ്ട് അല്പസ്വല്പം പേരുകൾ, കുടുംബസംബന്ധമായി ചീത്തപ്പേരുകൾ കേൾക്കേണ്ടി വരുമെങ്കിലും പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയും ഇപ്പോഴുണ്ടാവും. വീട്ടുകാര്യങ്ങൾ, വീട്ടുസാമാനങ്ങൾ, ഫർണിച്ചർ, വീടിനെ മോടി പിടിപ്പിക്കൽ, ഇതെല്ലാം നടക്കും. അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ടും പുത്തൻ പ്രതീക്ഷകൾ വയ്ക്കാം. പുതിയ വാഹനം വരാം. അല്ലെങ്കിൽ ഉള്ള വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ തീർത്ത് അത് കൃത്യമായി ഉപയോഗ്യം ആക്കി മാറ്റുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർക്കിപ്പോൾ ധനസഹായം ലഭിക്കും. മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹം കാണുന്നുണ്ട്. ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹവും പ്രത്യേകമായിട്ട് ഇവരിലേക്ക് എത്തുന്നുണ്ട്. ദോഷം പ്രധാനമായും ഇവർക്കിപ്പോൾ ഉള്ളത് ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷമാണ്. പ്രാർത്ഥന കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഒക്കെ അത് മാറ്റിയെടുക്കാം. പ്രാർത്ഥന, അതുപോലെ നിഷ്ഠ, ഇതൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ശുക്രൻ്റെ 4ാം ഭാവത്തിലെ സഞ്ചാരവും ബുധൻ്റെ 2ലെ സഞ്ചാരവുമൊക്കെ വളരെ ഗുണത്തെ കൊടുക്കും. സൗമ്യമായി സംസാരിക്കാനും ബുദ്ധിപരമായി സംസാരിക്കുവാനും തങ്ങളുടെ പ്രവൃത്തിയിൽ അങ്ങേയറ്റം കഴിവോടുകൂടി നിലനിൽക്കുവാനുമൊക്കെ ഇത്തരം പ്രാർത്ഥനകളും നിഷ്ഠകളും ഇവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഇവർക്കുണ്ട്. മറ്റ് അഹങ്കാരങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നന്നായി പോകണം. ശാരീരികമായി ചെറിയ അവശതകൾ കാണുന്നു. പ്രത്യേകിച്ചും ഉദര സംബന്ധമായി പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇൻഡൈജഷനോ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ അൾസറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അർശസോ പിന്നെ ഫിസ്റ്റുല പോലുള്ള രോഗമോ ഉണ്ടെങ്കിൽ അതൊക്കെ വർദ്ധിക്കാനിടയുണ്ട്. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകാം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശത്രു ഇപ്പോഴും സൗമ്യമായി കൂടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശത്രുവിനെ വേണമെങ്കിൽ നമ്മുടെ തന്നെ ആലസ്യമായും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബുദ്ധിക്കുറവായും പ്രായോഗിക ക്ഷമതയില്ലാതെ പ്രവർത്തിക്കുന്നതുമായൊക്കെ ചിന്തിക്കാം. അതുതന്നെ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുമല്ലോ. അത്തരം കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈന്യത, ആലസ്യം ഇതെല്ലാം ഒഴിവാക്കാൻ കൃത്യമായ പ്രാർത്ഥന, കൃത്യമായ നിഷ്ഠകൾ, ചില യോഗമുറകൾ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകൾ ഇതൊക്കെ ചെയ്യുക. ശരീരത്തിൽ ഓക്സിഡേഷൻ കൃത്യമായി നടക്കുമ്പോൾ ഒരു ഉന്മേഷവും ഉല്ലാസവും ഒക്കെ വരും. അത് പ്രവർത്തനങ്ങളെ കൂടുതൽ പോസിറ്റീവായി സ്വാധീനിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.
ഈശ്വരാധീനത്തിൻ്റെ ദോഷവശങ്ങൾ അങ്ങനെ മറികടക്കാൻ സാധിക്കും. പ്രാർത്ഥന കൊണ്ട് മാത്രമേ അനിഷ്ടഭാവങ്ങളെ, അനിഷ്ട അവസ്ഥകളെ നമുക്ക് മറികടക്കാൻ സാധിക്കൂ. അത് മനസ്സിലാക്കുക. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12, 13 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇവർക്ക് പണവും ലഭിക്കാം. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ 3ലെ നില അത്ര നല്ലതല്ലെങ്കിലും ബുധൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ്. പൊതുവേ ഇവരുടെ ശാരീരികമായ അവസ്ഥയും മറ്റുള്ളവരുടെ മേൽ ഇവർക്ക് സ്വാധീനം ചെലുത്താനുള്ള ഇംപ്രഷനുമൊക്കെ, അതായത് വ്യക്തിപരമായ ശാരീരികമായ ഇംപ്രഷനൊക്കെ വളരെ നന്നാവുന്നു. കൂടുതൽ ചെറുപ്പം മനസ്സിനും ശരീരത്തിനും തോന്നുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഉല്ലാസകരമായി ഇവരുടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇവരുടെ കർമ്മരംഗത്ത് വിഹരിക്കാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. കണ്ടകശനി കൂടെ ഉണ്ട്, അത് കാര്യം മറക്കാതിരിക്കുക. എന്നാൽ 7ൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമാണ്. 9ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവരുടെ പ്രവർത്തനങ്ങളെ, ഇവരുടെ ഗുരുസ്ഥാനത്തുള്ളവർ, പിതാവ് അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവരൊക്കെ സ്വാധീനിക്കുമെന്ന് പറയുന്നു. അവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും. മാതാവിൻ്റെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ശാരീരികമായ അവശതയും പ്രശ്നങ്ങളും ചിലപ്പോൾ ചില സർജറിക്ക് വിധേയയാകേണ്ടി വരുന്ന അവസ്ഥയും കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരാം ഈ നക്ഷത്രക്കാർക്ക്. വളരെ ദൂരെ ചെല്ലുമ്പോഴാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഷൈൻ ചെയ്യുന്നതായിട്ടും കാണാം. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. വാഹനാപകട സാധ്യതകൾ ഇവർക്ക് കാണുന്നുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് ബിസിനസ്സിലായാലും ശരി, തൊഴിൽ മേഖലയിലായാലും ശരി, അതെല്ലാം വളരെ നന്നായി മുന്നോട്ട് പോകുമെന്ന് കാണുന്നു. വിവാഹം കഴിക്കുവാനുള്ളവർ തീർച്ചയായിട്ടും ഈ സമയത്ത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ദൈവാധീനം അവർക്ക് അനുഗ്രഹമായി നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് അതിലേക്കുള്ള ശ്രമങ്ങൾ നടക്കും. പക്ഷേ വ്യാഴം 3ൽ പോയിരിക്കുന്നത് കൊണ്ട് ഈ ഒരു മാസം, അതായത് ഡിസംബർ 27 വരെ ചെറിയൊരു ദൈന്യത, ചെറിയൊരു ആലസ്യം അതിനെ ബാധിച്ചേക്കാം. അതിനുശേഷം അത് കൂടുതൽ ആക്റ്റീവ് ആകുന്നതായിട്ടും കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് സ്കിൻ സംബന്ധമായ രോഗമോ അണുബാധയോ ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. എന്നാൽ പ്രായോഗികമായും അതുപോലെ പരീക്ഷകളിലുമൊക്കെ അവർക്ക് നല്ല വിജയവും കാണുന്നു. പഠന സംബന്ധമായ ഉയർച്ചയും കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്കും തങ്ങളുടെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ വളർച്ചയുണ്ട്. അത് മറക്കാതിരിക്കുക. പ്രവർത്തനങ്ങളിൽ അത് അങ്ങേയറ്റം അവരെ സഹായിക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11 ഉച്ച കഴിഞ്ഞ് 12, 13, 14 വരെ നല്ല ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. 2ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ഇപ്പോൾ നല്ലതാണ്. പലപ്പോഴും പറയാറുള്ളത് അവരുടെ 4ാം ഭാവത്തിൽ നിന്നുകൊണ്ട് രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ സ്വാധീനിക്കുന്നതിനാൽ, വീക്ഷിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് ഇവരെക്കുറിച്ച് മുറുമുറുക്കലുകൾ, ആവശ്യമില്ലാത്ത പരിഹാസങ്ങൾ, വിമർശനങ്ങൾ ഇതെല്ലാം വരും. എന്നാൽ വ്യാഴവും 6ൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരിടത്തും പരാതി പറയാനും സാധിക്കില്ല. അഥവാ പറഞ്ഞാൽ തന്നെ കൃത്യമായ മറുപടി കിട്ടണമെന്നില്ല. അതുകൊണ്ട് സ്വയം സമാധാനിക്കുകയും നിവൃത്തിയുള്ളൂ എന്ന മട്ടിൽ പോകും. അതോടൊപ്പം അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ജീവിത പങ്കാളിയുമൊത്തും അസ്വാരസ്യങ്ങളും കുടുംബകലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ഏതു ബന്ധങ്ങളിൽ നിന്നായാലും ഒരു ബന്ധനാവസ്ഥയാണ് ഇപ്പോൾ ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ളത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അപകട സാധ്യതകൾ ഉണ്ടാകാം. അതുകൊണ്ട് അവർ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇലക്ട്രിസിറ്റി, തീ, ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങേയറ്റം കരുതലെടുക്കണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കൂടുതലും ദാമ്പത്യ പ്രശ്നങ്ങളാണ് വരാൻ സാധ്യത. എന്നാൽ അവരും ശ്രദ്ധിക്കണം. അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളും മറ്റും ശസ്ത്രക്രിയയ്ക്കൊക്കെ വിധേയയാകാൻ സാധ്യതയുണ്ട് ഈ മാസവും അല്ലെങ്കിൽ ഈ ആഴ്ചയും. പക്ഷേ ജന്മത്തിൽ 2ൽ സഞ്ചരിക്കുന്ന ശുക്രൻ അവർക്ക് സൗമ്യമായി ഇടപഴകാനും തങ്ങളുടെ പ്രതികരണങ്ങൾ നല്ല ഭാഷയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വയ്ക്കാനും സാധിക്കുന്നതുകൊണ്ട് ആളുകളുടെ പ്രിയം ഏറ്റുവാങ്ങും. അതുപോലെ തന്നെ വാക്കുകൾക്ക് മൊഴിമുത്തുകളായി മാറുവാനുള്ള സന്ദർഭം കാണുന്നുണ്ട്. കലാപരമായി കഴിവുള്ളവർക്ക് നന്നായി എഴുതാൻ സാധിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുക, കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുക, അതൊക്കെ കാണുന്നു. സാമ്പത്തികമായ നേട്ടം 2ലെ ശുക്രൻ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുമെന്നും കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് 4ാം ഭാവത്തിലെ രാഹുവിൻ്റെയും 10ൽ നിൽക്കുന്ന കേതുവിൻ്റെയും ദോഷങ്ങളാണ്. വിദേശവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുമെങ്കിലും അതിലേറെ അവിടെ വിഷമിപ്പിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ 2ലെ ശുക്രൻ ഇപ്പോൾ ഇവരെ അനുഗ്രഹിക്കും എന്ന് തന്നെ കരുതണം. 3ൽ സഞ്ചരിക്കുന്ന ശനിയും അവർക്ക് ഉത്സാഹത്തെ കൊടുക്കും. ഈ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 8, അത് കഴിഞ്ഞാൽ പിന്നെ 13, ഉച്ചയ്ക്ക് ശേഷം 14 ആണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര.
ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനാണ് ഇവർക്ക് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സൗന്ദര്യവും സ്വന്തം വ്യക്തിത്വത്തിൽ അങ്ങേയറ്റത്തെ മികവുമൊക്കെ പുലർത്താൻ സാധിപ്പിക്കുന്നത്. യാത്ര കൊണ്ട് ഗുണമുണ്ടാകും, അടിച്ചുപൊളിക്കുവാനുള്ള സന്ദർഭങ്ങളുണ്ട്, സുഹൃത്തുക്കളുമൊത്ത് ഉല്ലസിക്കാനുള്ള സൗകര്യങ്ങൾ കാണുന്നു. അതുപോലെ 5-ലെ വ്യാഴം ഇവരുടെ പല ആഗ്രഹങ്ങളെയും നിറവേറ്റിക്കൊടുക്കുന്നു. സന്താനങ്ങളുമൊത്ത് കുടുംബവുമൊത്തുള്ള നല്ല ജീവിതം, ഭാഗ്യം ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ 7-ലെ ചൊവ്വ കുടുംബത്തിൽ നിന്ന് താൽക്കാലികമായും അകന്നു നിൽക്കാനുള്ള സാധ്യത, ജലവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ നിന്ന് ശാരീരികമായ അവശത, ജലം അതിൽ വിഷം കലരുകയോ അല്ലെങ്കിൽ വിഷം കലരുക എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാനുള്ള വിഷമല്ല ഞാൻ പറയുന്നത്, ശാരീരികമായ അവശത, വയറിന് എന്തെങ്കിലും തരത്തിലുള്ള ഉദരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ ചിലപ്പോൾ ഇവർ അകത്താക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. യാത്രയും വളരെ സൂക്ഷിക്കണം. ഉല്ലാസകരമായും സാഹസികകരമായും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 7-ൽ ചൊവ്വയാണ് നിൽക്കുന്നത് എന്നുള്ള തോന്നൽ വേണം. കേന്ദ്രഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് പല നിവർത്തിക്കലുകളിനെയും പല മാനേജ്മെൻറ്റ്സിൻ്റെയും പല നടപടികളെയും ബാധിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. കാൽപാദങ്ങളിൽ അവശതയോ മുറിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, രക്തം വാർന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കും. ജീവിത പങ്കാളിയുമൊത്ത് ചെറിയ കലഹമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെല്ലാം മുകളിലാണ് 5-ൽ നിൽക്കുന്ന വ്യാഴം ഇവരെ അനുഗ്രഹിക്കുന്നത്. അതുപോലെ ശുക്രനും ഇവർക്ക് നല്ല സ്ഥിതിയിൽ നിൽക്കുന്നു. കുജശുക്രയോഗം ഉള്ളതുകൊണ്ട് അല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രം. പൊതുവേ ഇവരുടെ ആരോഗ്യസ്ഥിതിയും വ്യക്തിപരമായ സൗന്ദര്യബോധവും ക്രിയാത്മകതയും ഒക്കെ വർദ്ധിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ആ ഇംപ്രഷൻ ഇവർക്ക് ഇവരുടെ തൊഴിൽ രംഗത്ത് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയും അത് സാമ്പത്തിക നേട്ടമായി മാറുകയും ചെയ്യും. ശനി ഇപ്പോഴും 2-ലാണ് നിൽക്കുന്നത്. 7-ര ശനി തീർന്നിട്ടില്ല. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റത്തെ ഈശ്വരാധീനം വേണം. അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യണം. 3-ൽ നിൽക്കുന്ന രാഹു സഹോദരങ്ങൾക്ക് ദോഷമാണെങ്കിലും ഇവർക്ക് നല്ലതായിട്ട് കാണുന്നു. ഇവരുടെ ഊർജ്ജസ്വലതയും കർമ്മോത്സുകതയും ഒക്കെ വളരെ വർദ്ധിക്കും. 9-ലെ കേതു പിതാവിനത്ര നല്ലതല്ല, അത് ശ്രദ്ധിച്ചു കൊള്ളണം. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവരുടെ കഴിവിനനുസരിച്ച് ഇവർക്ക് അങ്ങേയറ്റത്തെ പ്രവർത്തന മേന്മയും സാമ്പത്തിക നേട്ടവും സമ്മാനിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. 12-ലെ ശുക്രൻ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഗുണത്തെ കൊടുക്കും. എന്നാൽ ഒടുവിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ആ വർക്കിനെ ചൊല്ലി തന്നെ, ആ പ്രവർത്തനത്തെ ചൊല്ലി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാലും സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. 4-ാം ഭാവത്തിലെ വ്യാഴം ഇവരെ അനുഗ്രഹിക്കുകയും കർമ്മരംഗത്തേക്ക് നോക്കുകയും ചെയ്യുന്നതുകൊണ്ട് തൊഴിൽ ഇല്ല എന്നൊരവസ്ഥയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഇവരെ അനുഗ്രഹിക്കുമെന്നും കാണുന്നു. ഇല്ലായ്മ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകില്ല. സാമ്പത്തികം വലുതായിട്ട് കിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ള സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകും. ലോട്ടറി എടുക്കുന്നത് നല്ലതാണ്. കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നാലും ഒടുവിൽ ഭാഗ്യം ഇവരെ അനുകൂലിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അടുത്ത വർഷമാണ് അത് കൂടുതലായിട്ടുണ്ടാകുന്നതെങ്കിലും ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടത്താം. 2-ലെ രാഹു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശ്രദ്ധിക്കണം. മുഖം മുഴുവനായി ശ്രദ്ധിക്കുകയും കെമിക്കൽസ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഈ രാസവസ്തുക്കൾ, അതായത് ഇപ്പോൾ മുഖത്തിടുന്ന ലേപനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ അതുപോലെ പുരുഷന്മാരാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നവർക്ക് വളരെ ശ്രദ്ധിക്കുക. മുഖം ശ്വസിക്കാൻ അതിനെയൊക്കെ അടുത്തേക്ക് കൊണ്ടുവരുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. അതുപോലെ തീയോട് ഇടപെടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. പൊള്ളലേൽക്കാനുള്ള സാധ്യത, സ്കിൻ ചുമക്കുക, അലർജി ഉണ്ടാവുക, നിറഭേദം വരിക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ 2 വാക്ക് ആണ്, കുടുംബമാണ്, ജോലിയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്യൂഡോ എഫക്റ്റ്, കാപട്യങ്ങൾ തങ്ങളെക്കുറിച്ച് ഉണ്ടാകാം. തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാം, തങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം, തങ്ങളുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഓരോ കാര്യം പറയുമ്പോഴും. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതാണെങ്കിൽ സാക്ഷാൽ കേതുവാണ്. കേതുവിന് ഹേതു വേണ്ട എന്നാണ്. ഇല്ലാതെ തന്നെ അപകട സാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. നമുക്കൊരു കുഴപ്പവും ഇല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ വളരെ ക്ലീനായിട്ടാണ് പോകുന്നതെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന ഓരോ അപകട സാധ്യതകൾ വരാനൊക്കെ സാധ്യതയുണ്ടാവുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും പോവുക. മനുഷ്യൻ എത്ര വിചാരിച്ചാലും അതിനപ്പുറം പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഭാഗ്യം എന്ന് പറയുന്ന ഈശ്വരന് മാത്രമാണ്. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പൊതുവേ സാമ്പത്തികമായും പ്രവർത്തനപരമായും നേട്ടമില്ല. എന്നാൽ ആരോഗ്യ സംബന്ധമായും അതുപോലെ തന്നെ തങ്ങളുടെ വാക്കും പ്രവൃത്തിയും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിലും ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പോഴും കുംഭക്കൂറിനെ പിന്തുടരുന്നുണ്ട്. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് കർമ്മരംഗത്ത് നല്ല അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. കഴിവിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടവും തൊഴിൽ ഭദ്രതയും ഒക്കെ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, അതിനുശേഷം 11 ഉച്ച കഴിഞ്ഞ് 12, 13 ഉച്ചവരെയും നല്ലതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുകേതുക്കളുടെ സ്വാധീനം ശരീരത്തിൽ അണുബാധയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ശരീരം ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട ചില ചെറിയ അസുഖങ്ങളാൽ പ്രശ്നമുണ്ടാകുന്ന അവസ്ഥയിലോ ഒക്കെ ആകാം. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ വൈകാരിക വശങ്ങളും. ചിലപ്പോൾ ചില ബന്ധങ്ങളിലൊക്കെ കുടുങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. രാഹു കേതു മിഥ്യാധാരണകൾ പുലർത്തുന്ന ഗ്രഹങ്ങളാകയാൽ പ്രതിലോമകാരികളായതിനാൽ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ, സ്വഭാവത്തിലുണ്ടാകാവുന്ന സാധാരണഗതിയിൽ നിന്ന് അല്ലാത്ത തരത്തിൽ അസാധാരണമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് പലപ്പോഴും സൊസൈറ്റിയിലും കുടുംബത്തിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ആലസ്യവും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നിനും തികയാത്തൊരവസ്ഥയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ 11-ൽ സഞ്ചരിക്കുന്ന ശുക്രനും 9-ൽ സഞ്ചരിക്കുന്ന ബുധനും ഇവരെ അങ്ങേയറ്റം അനുഗ്രഹിക്കും. ഇപ്പോൾ ഈ നക്ഷത്രക്കാരിൽ കഴിവുകളുള്ളവർ, അത് നന്നായി അവരുടെ ജോലികൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപരമായോ മറ്റേതെങ്കിലും കായികമായോ ഒക്കെ മിടുക്കുള്ളവർക്ക് ആ നിലയിൽ ഉയരാനും സാമ്പത്തികമായ നേട്ടത്തിനുമൊക്കെ ഈ ആഴ്ച സാധ്യതയുണ്ട്. പൊതുവെ അതിനുള്ള കഴിവും ഈശ്വരാധീനവും മിടുക്കും പ്രാപ്തിയുമൊക്കെ ഇപ്പോൾ ഇവരിലുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഇവർക്കൊരു അനുഗ്രഹം തന്നെയാണ്. പ്രവർത്തനങ്ങളിലെ വിജയവും അനുഗ്രഹമാണ്. 3-ലെ വ്യാഴം ഇതിനൊരല്പം താമസമോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിഥ്യ അവസ്ഥകളോ ഉണ്ടാക്കുമെന്നുള്ളതേ ഉള്ളൂ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. രാഹുകേതുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. 12-ൽ ശനിയാണ്, 7.5 ശനി തന്നെയാണത്. അത് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ കാര്യവും ശ്രദ്ധിക്കുക. അപ്പോൾ സ്വന്തം ആരോഗ്യം, പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സുതാര്യത, കാര്യക്ഷമമായി ഓരോന്നും പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, നിഷ്ഠകൾ പുലർത്തുക. ഇതാണ് മീനക്കൂറുകാർ പൊതുവെ ചെയ്യേണ്ടത്. ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ അകറ്റാനുള്ള ഗ്രഹങ്ങളും അവരിൽ തന്നെയുണ്ട്. അതിൽ ശുക്രനും ബുധനും ഇപ്പോൾ അനുഗ്രഹമാണ്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി, 10-ാം തീയതി, 11 ഉച്ചവരെ, ശേഷം 13 ഉച്ചയ്ക്ക് ശേഷം 14 ഗുണകരമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശനീശ്വരന് വേണ്ടി ഓം ശനീശ്വരായ നമഃ ജപിക്കുക. ശാസ്താവിൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തുക. നവഗ്രഹങ്ങളിൽ ശനീശ്വരന് പ്രത്യേകമായി പൂജ ചെയ്യുക. നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ കടുംപായസം കഴിപ്പിക്കാം. കറുത്ത പട്ട് സമർപ്പിക്കാം. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. എല്ലാവരോടും വിനയപൂർവ്വം അഹങ്കാരമില്ലാതെ പെരുമാറാൻ ശ്രമിക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴദോഷത്തിന് വ്യാഴാഴ്ച വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ തുടങ്ങിയവ ചെയ്യുക. മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. ഓം നാഗായ നമഃ എന്ന് ജപിക്കുക. നാഗദോഷങ്ങൾക്ക് 100 പാലും കൊടുക്കുക. ഒന്നുകിൽ ആയില്യത്തിന് അല്ലെങ്കിൽ ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് അവർക്ക് അവരുടെ പക്കനാളുകളിൽ കൊടുക്കാം. ഓം ഗം ഗണപതയെ നമഃ എന്നോ ഓം ഗം ഗണപതയെ നമഃ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമഃ എന്നോ ഗണപതിക്ക് വേണ്ടി പ്രത്യേകമായി നാമം ജപിക്കുക. അവരുടെ മന്ത്രം ജപിക്കുക. കർഗമാല അർപ്പിക്കുക ഗണപതിക്ക്. അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യം ഗണപതിക്ക് പ്രത്യേകമായി കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ അമ്പലത്തിൽ ദർശനം നടത്തുന്നതും കേതുദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ആഴ്ച. നന്ദി, നമസ്കാരം.